ഈശ്വരൻ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായത്തിലെ ഞാൻ മുന്തിരിച്ചെടി നിങ്ങൾ ശാഖകളുമാണ് എന്നുള്ള ഈശോയുടെ പ്രബോധനമാണ്. ഈശോ നമ്മളും ദൈവവും തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മളും ഈശോയും തമ്മിലുള്ള ഒരു ബന്ധം മുന്തിരിച്ചെടിയോടാണ് ഉപമിക്കുന്നത്. ഈശോ പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനാണ്, നിങ്ങൾ അതിന്റെ ശാഖകളാണ്. അല്ലെ, ഒരു മുന്തിരിച്ചെടി അതിന്റെ ശാഖകൾ എന്നൊക്കെ പറയുമ്പോൾ അത്രമേൽ പൊട്ടി നിൽക്കുന്ന ഒരു ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. ഈശോ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, മുന്തിരിച്ചെടിയുടെ ശാഖയ്ക്ക് സ്വയമേവ ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന് നിലനിൽപ്പില്ല. അല്ല, അത് മുന്തിരിച്ചെടിയോട് ചേർന്നേ അതിനൊരു നിലനിൽപ്പുള്ളൂ. ആ മുന്തിരിച്ചെടിയിൽ നിന്നും ഇത് വിട്ടുമാറി കഴിഞ്ഞാൽ ഇത് തന്നെ ഉണങ്ങിപ്പോകും എന്ന് പറയുകയാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് ഈശോയുടെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മുന്തിരിച്ചെടിയുടെ ഒരു ശാഖ അതിൽ നിന്ന് വിട്ടുപോയാൽ പ്രത്യേകിച്ച് വേറെ ആരും ഒന്നും ചെയ്യേണ്ട, അത് തന്നെ ഉണങ്ങിപ്പോക്കോളും എന്ന് പറയുന്നത് പോലെ ഈശോയിൽ നിന്നും അകന്നു മാറി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നിലനിൽപ്പില്ല. ആത്മീയമായിട്ട് നമ്മൾ മരിക്കും എന്നുറപ്പാണ്. ഉയ്യപ്പ് തിരുനാള് കഴിഞ്ഞ ഈ ഒരു അവസരത്തില് നമ്മളും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്ക് ഒരിത്തിരി കഴിവ് വരുമ്പോൾ, എനിക്കൊരിത്തിരി സമൂഹത്തിൽ ഒരു അംഗീകാരമൊക്കെ കിട്ടുമ്പോൾ, ഒരു പദവിയൊക്കെ കിട്ടുമ്പോൾ, ഒരു പക്ഷേ ദൈവത്തെ വിട്ടെറിഞ്ഞ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ ആത്മീയമായിട്ട് ഈശോ പറയുകയാണ്, നിനക്ക് നിലനിൽപ്പില്ല. കാരണം എന്താണ്? മുന്തിരിച്ചെടിയോട് ചേർന്നേ ഈ ശാഖയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന പോലെ എന്നോട് ചേർന്നേ നിനക്ക് നിലനിൽപ്പുള്ളൂ. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ഈശോയോട് എത്രമാത്രം ചേർന്നിരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ശരിക്കും ഈ മുന്തിരിച്ചെടിയുടെ ശാഖ മുന്തിരിച്ചെടിയോട് ഒട്ടി നിൽക്കുന്നത് പോലെ ഈശോയോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട്